സമസ്തയുടെ അഭിപ്രായം പറഞ്ഞു. നന്ദി. കുട്ടീനെ സ്കൂളിലേക്ക് പോകുന്നില്ല എന്നാണ് പറയുന്നത്. അല്ല, കുട്ടിക്ക് ആ സ്കൂളിൽ പഠിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. കുട്ടി എന്ത് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനോട് മറുപടി പറയേണ്ടി വരും. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും. നമുക്ക് ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രമാത്രമാണ്. അങ്ങനെ ഒരു പെൺകുട്ടി ഒരു കൊച്ചു മോളോട് അങ്ങനെ പെരുമാറാൻ വേണ്ടി പാടുണ്ടോ? ഇതെല്ലാം ചെറിയ തോതിൽ തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമാണ് വഷളാക്കി കൊണ്ടുപോകുന്നത്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നത്, ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കുക എന്ന നിലപാട് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്ന് പറയുന്നത്. ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയുള്ള സംരക്ഷണം കൊടുക്കുക എന്ന നിലപാടാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്ന് പറയുന്നത്. അത് വേറെ ഏതെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടൊന്നും അതിൻ്റെ വിഷയത്തെ മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ ഇവിടെ പിന്നെ ഒരു സംശയം പറഞ്ഞു മെനഞ്ഞാന്നവർ. ഞങ്ങൾക്ക് വളരെ ധിക്കാരത്തോടു കൂടിയാണ് പറഞ്ഞത്. ഞങ്ങൾ ഇതെല്ലാം ചെയ്യും പറഞ്ഞത്. അവിടുത്തെ PTA പ്രസിഡൻറ്റ്, പ്രിൻസിപ്പാള്, പിന്നെ അവരുടെ ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി അഡ്വക്കേറ്റ്. ലീഗൽ അഡ്വൈസർക്കൊന്നും സ്കൂളിൻ്റെ കാര്യം പറയാനുള്ള അവകാശമൊന്നുമില്ല. അതൊക്കെ കോടതിയിൽ പിന്നെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ KER അധ്യായം 5 പ്രകാരം സ്കൂൾ തുറക്കലും അംഗീകാരം നൽകലും സംബന്ധിച്ചെന്നുള്ള ഒരു അധ്യായമുണ്ട്. അതിൽ പറയുന്ന റൂൾ 11 പറയുന്നത് പുതിയ സ്കൂളുകൾ തുറക്കുന്നതിന് അനുമതി നൽകുന്നത് സംബന്ധിച്ചാണ്. റൂൾ 3 പറയുന്നത് സ്കൂൾ തുറക്കാനുള്ള അനുവാദം പിൻവലിക്കുന്നത് സംബന്ധിച്ചാണ് പറയുന്നത്. അതുപോലെ അപ്പോൾ അതിൽ നമ്മുടെ KER വ്യക്തമായി തന്നെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇതുവരെയും നമ്മൾ നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോൾ KER അധ്യായം 5 പറയുന്നുണ്ട്, റൂൾ 11 പറയുന്നുണ്ട് സ്കൂളിന് അംഗീകാരം നൽകുന്നതിനെ സംബന്ധിച്ച്. റൂൾ 3 അംഗീകാരം റദ്ദാക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് ഞങ്ങൾ സ്വയമാറ്റങ്ങ് വിദ്യാഭ്യാസ രംഗത്തെ അധികാരങ്ങൾ അങ്ങ് സ്വയം ഏറ്റെടുത്ത് ഭരണം നടത്താൻ വേണ്ടി നോക്കിയാൽ അത് നടക്കുന്ന കാര്യമില്ല. അങ്ങനെ കേരളത്തിലൊരു കീഴ്വഴക്കവും ഇല്ലതാനും. അപ്പം അതുകൊണ്ട് ഇനിയെങ്കിലും പ്രശ്നം ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ച് തീർക്കണം. ഞങ്ങൾ ചെയ്തത് എന്താ, ഒരു പരാതി കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് അന്വേഷിക്കണം. അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി. മാനേജറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ചില ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ചില കുറവുകൾ കണ്ടെത്തി. ആ കുറവുകൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു. അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശം കൊടുത്തതെന്ന് വെച്ചാൽ യൂണിഫോമിൻ്റെ കാര്യത്തിൽ നമ്മൾ പിന്നെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല. ഒരു സ്കൂളിൻ്റെ യൂണിഫോം നമുക്ക് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമുക്ക് ശിരോവസ്ത്രം ധരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ്. അത് കർണാടകത്തിലുണ്ടായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ കുറേ കേസുകൾ പരിഗണനയിലാണ്. അതിനെ സംബന്ധിച്ച ഒരു തീരുമാനം സുപ്രീം കോടതി എടുത്തിട്ടില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ല. സ്കൂളിന് ഒരു മാന്യമായ പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് സ്കൂൾ യൂണിഫോമിന് മാറ്റം വരുത്താതെ ഈ ശിരോവസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ കുട്ടിക്ക് പിന്നെ മാനേജ്മെൻറ്റും സ്കൂൾ അധികാരികളും പ്രിൻസിപ്പാളും പിന്നെ രക്ഷകർത്താക്കളും തമ്മിൽ ആലോചിച്ചിട്ട് സെയിം കളറിലുള്ള പിന്നെ ശിരോവസ്ത്രം കൊടുക്കുക. അപ്പോൾ പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ വേണ്ടി ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല എന്ന്. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി പിന്നെ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് പ്രശ്നം പരിഹാരം കണ്ടെത്തി പോകണം.
സ്കൂളിൻ്റെ അന്തരീക്ഷം സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയണം. വാശിയും വൈരാഗ്യമൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് കുട്ടിയും കൂടെ സ്കൂളിൽ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യുകയായിരിക്കും നല്ലത്. ഈ സ്കൂൾ മാനുവൽ ആണ് വലുത്, ഭരണഘടനയേക്കാൾ വലുത് സ്കൂൾ മാനുവൽ ആണെന്ന രീതിയിലാണ് സ്കൂളിൻ്റെ പ്രതികരണം. ഈ KER-നേക്കാളൊക്കെ അത് KER വായിക്കാത്തവർക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥയാണ്. ഈ പരിഹരിച്ചൊരു പ്രശ്നം വീണ്ടും ആളിക്കത്തിച്ചത് മന്ത്രിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് പിന്തുണയ്ക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഗവൺമെൻറ് വിമർശിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ കീഴ്വഴക്കം. എന്താ വിഷയങ്ങളിൽ അങ്ങനെ ആളിക്കത്തിക്കുന്നത് ശരിയാണോ എന്നാണ്. കത്തിക്കിച്ചിട്ടില്ല. നമുക്കിപ്പോൾ ഇടപെടണ്ട ഈ വിഷയത്തിൽ. ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു, അതൊരു പെൺകുട്ടി. അതിൽ ഗവൺമെൻറ് നമശിവ എന്ന് പറഞ്ഞ് ഇരിക്കണോ? ഒന്നും മിണ്ടാതിരിക്കണോ? ഗവൺമെൻറ് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു കത്ത് കിട്ടിയാൽ അത് പരിശോധിക്കണ്ടേ? പിന്നെ ഗവൺമെൻറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ടും പിന്നെ ഞങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും അതിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രിയാരും ഇടപെടെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മറുപടി പറയണ്ടേ? അതിന് അത്രേ ചെയ്തിട്ടുള്ളൂ. ഇന്നലെ പാലക്കാട് കണ്ണാടി സ്കൂളിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്ക് നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ ഈ അധ്യാപകർ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ അല്ല, അത് രണ്ട് ഭാഗമുണ്ട്. നമുക്കത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഒരു വിശദമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ തന്നെ ചുമതലപ്പെടുത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. ഇതിപ്പം ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഈ മാധ്യമങ്ങളിലെ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ദിവസം നിരവധി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ദിവസവും ഒരു 4-5 പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിശേഷം വന്നിരിക്കുകയാണ്. അതിൻ്റെ പരമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അധ്യാപകരും കുട്ടികളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു ശാന്തമായ അന്തരീക്ഷത്തിൽ മാത്രമേ സ്കൂൾ അന്തരീക്ഷം കൊണ്ടുപോകുന്നതിന് വേണ്ടി